ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു AlfaEduMate. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെ സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. കഴിഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ടാവില്ലേ. ഞാൻ ഇന്നലെ അവിടെ പോയി, ഞാൻ അവിടെ വിളിച്ചിരുന്നു, ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ടാവില്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇത് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനൊരു സെൻറ്റൻസ് പറയണം. ഞാൻ ഇന്നലെ അവിടെ പോയി. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഇത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് അല്ലേ, എൻ്റെ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നലെ അവിടെ പോയി. ഓക്കെ, നമുക്ക് പറഞ്ഞു നോക്കാം. ഞാൻ എന്നുള്ളത് ഐ ആണല്ലേ, ഞാൻ എന്നുള്ളത് ഐ ആണ് നമുക്കറിയാം. ഇന്നലെ എന്നുള്ളതോ എസ്റ്റർഡേ എന്ന് നമുക്കറിയാം. അവിടെ ദർ ആണെന്നറിയാം. പോകുക എന്നുള്ളത് ഗോ ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇനി ഇതിനെയൊക്കെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, അപ്പം എങ്ങനെ പറയാം? ഐ വെൻറ്റ് ദർ എസ്റ്റർഡേ എന്നാട്ടോ പറയാം. ആദ്യം സബ്ജക്റ്റ്, ആരാണോ പോയ ആൾ, ആ ആളെ നമ്മൾ ആദ്യം എടുത്തിട്ട് പറയണം കേട്ടോ. അപ്പോൾ പോയ ആൾ ആരാണ്? ഞാനാണല്ലേ. അപ്പോൾ ആദ്യം ഞാൻ. ഓക്കെ, ആദ്യം ഞാൻ. ഇനി രണ്ടാമത് നമുക്ക് വേണ്ടത് എന്താണ്? വേർബിനെയാണ് വേണ്ടത് കേട്ടോ, പ്രവൃത്തിയാണ് വേണ്ടത്. അപ്പോൾ പോകുക എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. ഓക്കെ, പോകുക എന്നുള്ള വേർബ് ഗോ ആണല്ലേ. പോകുക എന്നാണെങ്കിൽ നമുക്ക് പോയി എന്നല്ലേ വേണ്ടത്, പോയി എന്നാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ഗോയുടെ പാസ്റ്റ് ഫോമാണ് വേണ്ടത് കേട്ടോ. വെൻറ്റ്, ഞാൻ പോയി. ഐ വെൻറ്റ്, എവിടെയാണ് പോയത്? അവിടെയാണ് പോയത് അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ സ്ഥലത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. ദർ, അവിടെ. ഐ വെൻറ്റ് ദർ യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ അവിടെ പോയി എന്നാട്ടോ. ഐ വെൻറ്റ് ദർ യെസ്റ്റർഡേ, അപ്പോൾ ഇന്നലെ ഞാൻ അവിടെ പോയി എന്നായിട്ടോ. ഓക്കെ, ഇനി ഞാൻ പറയണം, അടുത്തൊരു സെൻറ്റൻസ് പറയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച അവളെ വിളിച്ചിരുന്നു. ഇതേ ഫോർമാറ്റിൽ തന്നെ നമ്മൾ പറയാം കേട്ടോ. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വേർബ്. ഓക്കെ, വേർബിനെ നമ്മൾ പാസ്റ്റ് ഫോമിലാണ് കൊണ്ടുവരേണ്ടത്, മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ആദ്യം സബ്ജക്റ്റ്, പിന്നെ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ് കേട്ടോ. അപ്പോൾ ആദ്യം സബ്ജക്റ്റ്, ആരാണ് സബ്ജക്റ്റ്? ആരാണ് വിളിച്ച ആൾ? ആരാണ്? അതും ഞാൻ തന്നെയാണ് അല്ലേ. അപ്പം ഞാൻ, ഐ. ഇനി വിളിക്കുക അല്ലേ, വേർബാണ് വേണ്ടത്. പാസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ് വേണ്ടത്. വിളിക്കുക, കോൾഡ് ആണ് കേട്ടോ. സെക്കൻഡ് ഫോമാണ് വേണ്ടത്. കോള് വിളിക്കുക, വിളിച്ചു. അപ്പം ഐ കോൾഡ്. ഓക്കെ, ഇനി ആരെയാണ് വിളിച്ചത്? ഹർ, അവളെ. ഐ കോൾഡ് ഹർ, അവളെ ഞാൻ വിളിച്ചു. ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച അവളെ വിളിച്ചിരുന്നു എന്നായിട്ടോ. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? ഐ കോൾഡ് ഹർ ലാസ്റ്റ് വീക്ക്, ഞാൻ കഴിഞ്ഞ ആഴ്ച അവളെ വിളിച്ചു എന്നായിട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരു ടൈം മെൻഷൻ ചെയ്തിട്ട് പറയാണ്. കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഇന്നലെ, അല്ലെങ്കിൽ മിനിഞ്ഞാന്നെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഫോമിലാണ് പറയേണ്ടത് കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റ് ആരാണോ പ്രവൃത്തി ചെയ്യുന്ന ആൾ, ആ ആളെ നമ്മൾ ആദ്യം എടുത്തിട്ട് എഴുതുക. പിന്നെ നമ്മൾ എന്താണോ പ്രവൃത്തി, ആ പ്രവൃത്തിയെ നമ്മൾ പാസ്റ്റ് ഫോമിൽ കൊണ്ടുവരിക, അതായത് സെക്കൻഡ് ഫോമിൽ കൊണ്ടുവരിക കേട്ടോ. ഇപ്പോൾ ചെയ്യുക എന്നാണെങ്കിൽ നമ്മൾ ചെയ്തു എന്ന് പറയണ്ടേ. പോകുക എന്നാണെങ്കിൽ നമ്മൾ പോയി എന്നാണ് പറയുന്നത്. കഴിച്ചു, ഇങ്ങനെ നമുക്ക് സെക്കൻഡ് ഫോമാണ് വേണ്ടത് കേട്ടോ. പിന്നെ എന്താണ് ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിനെ എടുത്ത് എഴുതുക. ലാസ്റ്റ് നമ്മൾ സമയം കാണിക്കുന്നുണ്ടെങ്കിൽ ആ സമയം എടുത്തിട്ട് എഴുതാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു എക്സാമ്പിളും കൂടെ പറയാം. കഴിഞ്ഞ വർഷം അവർ ഇവിടെ വന്നിരുന്നു. ഇതെങ്ങനെയാണ് പറയുക? കഴിഞ്ഞ വർഷം അവർ ഇവിടെ വന്നിരുന്നു, അവരാണ് വന്നിരുന്നത്. അപ്പോൾ ആരാ സബ്ജക്റ്റ്? അവരാണല്ലേ. അപ്പോൾ ദേ വന്നു എന്നാണല്ലേ. വന്നിരുന്നു. ദേ കെയിം ആണ് വന്നു, വരിക. കം, വന്നു. കെയിം, അവർ വന്നു. ഇവിടെ, ഹിയർ, ദേ കെയിം ഹിയർ ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം. ദേ കെയിം ഹിയർ ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം അവർ ഇവിടെ വന്നിരുന്നു എന്നായിട്ടോ. ഓക്കെ, ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു. ഇതെങ്ങനെയാണ് പറയുക? ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു. ഇവിടെ നമ്മൾ ഇന്നലെ എന്നുള്ള ടൈം പറയുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ പറഞ്ഞത് എങ്ങനെ, ഏതൊരു ഫോർമാറ്റിലായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു. ആരാണ് സിനിമ കണ്ടത്? ഞാനാണ് സിനിമ കണ്ടത് അല്ലേ. അപ്പോൾ ഐ സോ എ ഫിലിം യെസ്റ്റർഡേ, ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പറയില്ലേ, ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു, ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അവളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ പറയാറില്ലേ. ഉണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു,
പോയിട്ടുണ്ടായിരുന്നു, വാങ്ങിയിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പാസ്റ്റിൽ സംഭവിച്ച കാര്യം തന്നെയാണ് ഇതും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്നറിയോ? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോമാണ് വേണ്ടത് കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോമാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് സമയമൊന്നും മെൻഷൻ ചെയ്യുന്നില്ല അല്ലേ. ഇങ്ങനെ സമയം മെൻഷൻ ചെയ്യാതെ ഉണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോമിലാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. നമുക്ക് നോക്കാം. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പറയാം? നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു. ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഐ വെൻറ്റ് ദർ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു. ഇവിടെ നമ്മൾ സമയം പറയുന്നില്ല കേട്ടോ. ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു, മുമ്പെന്നോ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പണ്ടെന്നോ ഞാൻ പോയിട്ടുണ്ടായിരുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാഡ് വെച്ചിട്ട് വേണം പറയാനായിട്ട്. ഓക്കെ, ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയാമെന്നറിയോ? ഐ ഹാഡ് ഗോൺ ദർ. ഐ ഹാഡ് ഗോൺ ആട്ടോ. ഹാഡ് പ്ലസ് V3 ഫോം ആട്ടോ. ഹാഡ് ഗോൺ, ഗോ പോകുക എന്നുള്ള വേർബിൻ്റെ തേർഡ് ഫോമാണ് ഗോൺ. പോയിട്ടുണ്ടായിരുന്നു എന്നായിട്ടോ. ഐ ഹാഡ് ഗോൺ പോയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഗോൺ ദർ, ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നായിട്ടോ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് പറയാനായിട്ട് എളുപ്പാട്ടോ. ഐ ഹാഡ് പ്ലസ് നോട്ട് ആട്ടോ. ഐ ഹാഡിൻറ്റ് ഗോൺ, ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡിൻറ്റ് ഗോൺ, ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത് നോക്കാം. അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലേ. അവർ ദേ ഹാഡ് കെയിം ഹിയർ. എളുപ്പാട്ടോ. അവർ ഹാഡ് കെയിം, വന്നിട്ടുണ്ടായിരുന്നു, ഹിയർ, ഇവിടെ. ദേ ഹാഡ് കെയിം ഹിയർ, അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിന് നെഗറ്റീവ് പറയാണ്. അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാണ് പറയുക? ദേ ഹാഡിൻറ്റ് കെയിം ഹിയർ. ഹാഡ് പ്ലസ് നോട്ട് മാത്രം ചേർത്താൽ മതി കേട്ടോ. ദേ ഹാഡിൻറ്റ് കെയിം ഹിയർ, അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഞാനൊരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് പറയുക? പണ്ടെന്നോ കാറ് വാങ്ങിയ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഞാനൊരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാ വാങ്ങിയത് എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഹാഡ് പ്ലസ് V3 ഫോമിലാണ് പറയേണ്ടത് കേട്ടോ. ഐ ഹാഡ് ബോട്ട് എ കാർ. ബൈ വാങ്ങുക, അതിൻ്റെ തേർഡ് ഫോം ബോട്ടാട്ടോ. അപ്പം ഐ ഹാഡ് ബോട്ട് എ കാർ, ഞാനൊരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്തൊരു ടൈപ്പ് സെൻറ്റൻസ് നോക്കാം. ഇപ്പം നമ്മൾ ഹാഡ് പ്ലസ് V3 വെച്ച് പറഞ്ഞത് എന്താണ്? മുമ്പെന്നോ ചെയ്ത കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഈ ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ കാര്യങ്ങൾ പറയില്ലേ. നമ്മൾ തൊട്ട് മുമ്പ് എന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരാൾ നമ്മളെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിച്ചിട്ടുണ്ട് എന്ന് പറയില്ലേ. ഞാൻ തൊട്ട് മുമ്പ് കഴിച്ചതാണ് എന്നർത്ഥത്തിൽ അയാൾ പറയും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയും അല്ലേ. ഇങ്ങനെ തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഈ നമ്മൾ നേരത്തെ ഹാഡ് പറഞ്ഞല്ലോ, ഹാഡിന് പകരം നമ്മൾ ഹാവ് ചേർത്തിട്ടാണ് പറയാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എങ്ങനെ പറയാമെന്നറിയോ? ഐ ഹാവ് ഈറ്റൻ ഫുഡ് എന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ. ഇവിടെ ഈ ഹാവിന് പകരം ഞാൻ ഹാഡാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ഐ ഹാഡ് ഈറ്റൻ ഫുഡ് എന്നാലോ ഞാൻ മുമ്പെന്നോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാവും കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പണ്ടെന്നോ ഭക്ഷണം കഴിച്ച കാര്യമാണ് പറയുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, തൊട്ട് മുമ്പ് കഴിച്ച കാര്യമാണ് പറയുന്നത് എങ്കിൽ അതും പാസ്റ്റ് തന്നെയാണല്ലേ. അതും പാസ്റ്റ് തന്നെയാണ്. പക്ഷേ അങ്ങോട്ട് പൂർണ്ണമായിട്ടും അതൊരു പാസ്റ്റ് അല്ല കേട്ടോ. തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യം നമ്മൾ പൂർണ്ണമായിട്ടും പാസ്റ്റിലേക്ക് എടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഹാവ് പ്ലസ് V3 ഫോമിലാണ് അത് പറയേണ്ടത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അവൾ സ്കൂളിൽ പോയിട്ടുണ്ട്. കുറച്ച് നേരത്തെ മുമ്പ് അവൾ സ്കൂളിൽ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെ പറയാം? ഷീ ഹാസ് ഗോൺ ടു സ്കൂൾ. ഹാസ് ഗോൺ ആണ് വേണ്ടിയിട്ട്, അല്ലാതെ ഹാഡ് ഗോൺ അല്ല കേട്ടോ. ഹാസ് ഗോൺ എന്ന് വെച്ചാൽ അവൾ സ്കൂളിൽ പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ജസ്റ്റ് ബിഫോർ അവൾ സ്കൂളിൽ പോയിട്ടുണ്ടെന്നാണ് കേട്ടോ. ഓക്കെ, അവൾ അവനെ വിളിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ പറയാം? ഷീ ഹാസ് കോൾഡ് ഹിം. അവൾ അവനെ വിളിച്ചിട്ടുണ്ട്. ഹാസ് കോൾഡ് ഹിം എന്നാട്ടോ. ഇത്രയുള്ള അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു സമയം മെൻഷൻ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച, അല്ലെങ്കിൽ ഇന്നലെ, മിനിഞ്ഞാന്നെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് V2 ഫോം യൂസ് ചെയ്തിട്ട് വേണം പറയാനായിട്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ മുമ്പെന്നോ ചെയ്ത കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഹാഡ് പ്ലസ് V3 ഫോം വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഹാഡ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ്. ഇനി അങ്ങനെയല്ല, നമ്മൾ തൊട്ട്
തൊട്ട് മുമ്പ് കഴിഞ്ഞ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് പ്ലസ് V3 ഫോമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്